ഇതാ പടക്കിനുണ്ടാ പടക്കിനുണ്ടേട്ടാ. വെൽക്കം ടു SNB വ്ളോഗ്സ്. അപ്പോൾ ഇന്ന് ആക്ച്വലി ഇച്ചിരി ലേറ്റ് ആയിട്ടുണ്ട്, എന്നാലും ഞാൻ ഇറങ്ങിയിട്ടുണ്ട് ഫിഷിങ്ങിന്. നമ്മളൊരു സിംഗിൾ റോഡും റീലും മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. വേറെ കാര്യമായിട്ടുള്ള ഫിഷിംഗ് ഒന്നും ഇല്ല. പക്ഷേ ഇന്നൊരു വെറൈറ്റി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, സാധാരണ ഞാൻ പ്രോൺസാണ് യൂസ് ചെയ്യാറ് ഫിഷിന് പകരം. പക്ഷേ ഇപ്രാവശ്യം ഞാനെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്ക്വിഡാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. നീരാളി ഇല്ലേ, നീരാളി, അതിനെ വെച്ചിട്ട്. നീരാളി ഇല്ലല്ലോ, അതിനെന്താ പറയുക, സ്ക്വിഡിൻ്റെ മലയാളത്തിൽ ഞാൻ മറന്നുപോയല്ലോ. കൂന്തൽ വെച്ചിട്ടാണ് നമ്മളിന്ന് ഫിഷ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. സ്ക്വിഡ് ഫിഷിങ്. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ സ്പോട്ടിൽ പോവാം. സ്പോട്ടിൽ പോയിട്ട് കാണാം. അപ്പോൾ വെള്ളം നല്ലോണം ഇറങ്ങിപ്പോയിട്ടുണ്ട് കേട്ടോ. ലോ ടൈഡ് കഴിഞ്ഞിട്ട് ഹൈ ടൈഡിലേക്ക് കടക്കണ ഒരു സമയമാണ്. അപ്പം അതാണ് ഇങ്ങനെ വെള്ളം കുറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒരു പതുക്കെ വെള്ളം കൂടി വരും. അപ്പം ഞാൻ എന്തുകൊണ്ടാണ് ഈ സ്പോട്ട് തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്നാമത്തെ കാര്യം, എനിക്ക് പോയി വരാനൊക്കെ ഈ സ്പോട്ട് സൗകര്യം. എൻ്റെ വീട് ഇവിടെ കുറച്ച് ദൂരം വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് നടക്കാനുള്ള ദൂരമുള്ളൂ. ഈ മലയുടെ പിറകിലായിട്ടാണ് ഞങ്ങളുടെ വീട്. അപ്പോൾ എനിക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ മല കയറി പോകാൻ പറ്റില്ല, എന്നാലും ഞാൻ വളഞ്ഞു പോണ്ടി വരും. എന്നാലും എനിക്കിതവിടെ അടുത്താണ്. പിന്നെ വേറെ സ്ഥലങ്ങളിലേക്ക് പോവാത്ത കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, എനിക്കൊന്നും അത് സമയമില്ല. തിരക്ക് പിടിച്ചൊരു ജോലിയും അതിനേക്കാൾ തിരക്ക് പിടിച്ചൊരു ജീവിതമാണ് ഞാൻ നയിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എനിക്ക് സമയമില്ലാത്തതുകൊണ്ടാണ് പുതിയ സ്പോട്ടുകൾ അന്വേഷിച്ച് ഞാൻ പോകാത്തതും. പിന്നെ മാത്രമല്ല, ഈ ഒരു സ്പോട്ടിൻ്റെ പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇവിടെ നോക്കി കഴിഞ്ഞാൽ കാണാം, അവിടെ നിന്ന് തിരമാല അങ്ങനെ തള്ളി വരുന്നുണ്ട്. അതേപോലെ തന്നെ ഇവിടെ നിന്നും ഒരു ഫോഴ്സ് വരുന്നുണ്ട്. ഇതെല്ലാം കൂടിയിട്ട് ഇവിടെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നമ്മുടെ കിണർ പോലെയാണ്. അത്യാവശ്യം ആഴമുണ്ട്, ഒരു 10 ഫീറ്റോളം ആഴമുണ്ടാവും കേട്ടോ താഴെ. നമുക്കിങ്ങനെ നോക്കുമ്പോൾ അറിയില്ല, നമ്മൾ ഇറങ്ങുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും 10 ഫീറ്റോളം താഴ്ചയുണ്ട്. അപ്പോൾ ഈ ഒരു ഏരിയയിൽ കുഞ്ഞു മീനുകൾ എപ്പോഴും കിടന്ന് കറങ്ങും. വലിയ മീനുകൾ ഉണ്ടാവില്ല. നമുക്ക് വലിയ മീനുകളെ പിടിക്കാനുള്ള ഉദ്ദേശത്തിലല്ല വന്നിരിക്കുന്നത്. ചെറിയ മീനുകൾ ഇങ്ങനത്തെ ഒരു ഏരിയയിലൊക്കെ ഉണ്ടാവും. പിന്നെ ഒരു സ്പോട്ട് എന്ന് വെച്ചാൽ ഈ ഒരു സ്പോട്ടാണ്. ഈ ഒരു ഗ്യാപ്പിലും നല്ല ഫിഷിൻ്റെ ആക്ടിവിറ്റി ഉണ്ടാവാറുണ്ട്. കാരണം അവിടുന്ന് ഇങ്ങോട്ട് ഒരു ഗട്ടറാണ് ശരിക്കും. ആക്ച്വലി ഈ ഒരു ഏരിയയിൽ നല്ലോണം ഫിഷിൻ്റെ ആക്ടിവിറ്റി ഉണ്ടാവാറുണ്ട്. ഇവിടെ തന്നെയാണ് എനിക്ക് കൂടുതലും മീനടിക്കാറും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ സ്പോട്ട് വിട്ട് പോകാത്തത്. പിന്നെ മറ്റു ചില കാരണങ്ങൾ കൊണ്ട് എനിക്ക് പോയി വരാനുള്ള സൗകര്യം, അതിനുള്ള കാര്യങ്ങൾ. പിന്നെ വേറെ എവിടെയും എനിക്ക് ക്യാമറ വയ്ക്കാൻ പാകത്തിനായിട്ടുള്ള ഒരു സ്ഥലമൊന്നുമില്ല. അപ്പോൾ ക്യാമറ വയ്ക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ഗോപ്രോ യൂസ് ചെയ്തിരുന്നത് കുറേ കാലം. പിന്നെ ഗോപ്രോ കംപ്ലൈൻ്റ് ആയപ്പോൾ ഞാനിപ്പോൾ മൊബൈലിൽ തന്നെയാണ് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ക്യാമറ എവിടെയെങ്കിലും വെക്കണം. ആ ക്യാമറ വെക്കണമെങ്കിൽ നമുക്കൊരു സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലം വേണം. അപ്പോൾ ഞാൻ ക്യാമറ വെക്കുന്നത് ഈ പാറമ്പിലൊക്കെ ആയിരിക്കും ഞാൻ വെക്കുക. അപ്പോൾ അതേപോലത്തെ ഒരു പാറ എനിക്ക് വേറെ എവിടെയും കിട്ടാനില്ല. ഇച്ചിരി ഹൈറ്റിൽ കിട്ടുന്ന ഒരു പാറ. അപ്പം അതുകൊണ്ടാണ് നമ്മൾ എന്നും ഒരേ സ്പോട്ടിൽ തന്നെ ഫിഷിങ് ചെയ്യണതായിട്ട് തോന്നുന്നത്, ഒരേ ആംഗിളിൽ. അപ്പോൾ നമ്മളെ ഫിഷിങ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ കൂന്തലാണ് കൊണ്ടുവന്നിരിക്കുന്നത്. കൂന്തൽ മത്സ്യം. എൻ്റെ അമ്മയൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ എന്നെ തല്ലിക്കൊല്ലും. മീൻസ് അവരൊക്കെ കഴിക്കുന്നൊരു മീനാണ് ഞാനിവിടെ വന്ന് ചൂണ്ടിട്ട് കളയുന്നത്. അപ്പോൾ ഈ കൂന്തലിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിനകത്തൊരു മഷി ഉണ്ടാവും. ആ മഷി കയ്യിലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ചൊറയാ, ഒരു കറുത്ത കളർ. അപ്പോൾ അതങ്ങോട്ട് പറിച്ചാൽ അധികം കളയണം. എന്നിട്ട് ഇതുണ്ടല്ലോ, നല്ലൊരു ബൈറ്റാട്ടോ, നല്ലൊരു ബൈറ്റാണ്. പക്ഷേ ഇത് ഏത് മീൻ അടിക്കുന്നുള്ള കാര്യം നമുക്കറിയില്ല. ഇട്ട് നോക്കി നോക്കാം. നമുക്കൊരു കാര്യം ചെയ്യാം, നമ്മളിത് മുഴുവനായിട്ടിടുന്നില്ല, ഒന്ന് പിച്ചി കീറി എടുത്തിട്ടുണ്ട്. ഇത്രയും ഇതിൻ്റെ ടെൻഡക്കിൾസ് മാത്രമേ എടുത്തിട്ടുള്ളൂ. ചെറിയ ഹുക്കാണ് ഇട്ടിരിക്കുന്നത്. ഇപ്പോൾ ഇതിൽ വല്ല ആക്ടിവിറ്റി ഉണ്ടെങ്കിൽ ഞാൻ ഹുക്ക് സൈസ് മാറ്റാം. ഞാൻ ഓൾറെഡി വീട്ടിൽ നിന്ന് കെട്ടിക്കൊണ്ടുവന്നിട്ടുള്ളതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല.
ഒന്നുമില്ല. ബയലിങ്ങനെ തുറക്കുക, എറിയ. ഇത് ദൂരം നല്ല പോയിരിക്കണേ. ഓക്കെ നോക്കട്ടെ, എന്തെങ്കിലും കിട്ടും നോക്കാലോ. കട്ടറും കൊത്തിനൊന്നും കാണാനില്ല. ഹോൺസ് എടുത്ത് വന്നാൽ മതിയായിരുന്നു. കാറ്റ് കൊണ്ട് അതേ സ്പോട്ടിൽ തന്നെ വീണു. ഇത് തട്ടുന്നുണ്ട്. അതെടുക്കട്ടെ, തീറ്റ എടുക്കട്ടെ. നമ്മളിപ്പോൾ വെപ്രാളം പിടിച്ചിട്ട് കാര്യമില്ല. കാരണം അതിനെ എങ്ങനെയും പറിച്ചുകൊണ്ട് പോകാൻ പറ്റില്ല. കൊത്തുന്നുണ്ട്. കൊണ്ടുപോയെന്ന് സംശയം കിട്ടാ. കൊണ്ടുപോയി. കൊത്തുന്നുണ്ട്, തട്ടുന്നുണ്ട്. എന്നാ വലിയ വന്നപ്പോൾ ഞാൻ വലിക്കാൻ പറഞ്ഞ ഇല്ല, കൊണ്ടുപോയിട്ടില്ല. സംഭവം ഉണ്ട് ഇതിന്. ഉണ്ടാ ഇതിങ്ങനെ മറ്റേ ചെമ്മീനെ പോലെയല്ലേ, പെട്ടെന്ന് ഊരി പോകാത്തോണ്ട് അങ്ങനെ കെടുന്നോളും കുറേ നേരം. ആക്ച്വലി കയ്യിൽ ചെമ്മീൻ ഉണ്ടായിരുന്ന, ഞാൻ ചെമ്മീൻ എടുത്തില്ല. എന്നൊരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. കുറേ നേരമായി ഇരിക്കാൻ തുടങ്ങിയിട്ട്. അല്ല, കുറച്ചു നേരം ഇരിക്കാം, നമുക്ക് എന്തെങ്കിലും കിട്ടും നോക്കാലോ. പെർഫെക്റ്റ് സ്പോട്ട്. യെസ്, ക്യാഷ് അടിച്ചിട്ടുണ്ട്, മീൻ അടിച്ചിട്ടുണ്ട്. നമുക്ക് അത്യാവശ്യം ക്ഷമ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇങ്ങനെ മീൻ പിടിക്കാൻ പറ്റുള്ളൂ കേട്ടോ. ക്ഷമയില്ലാത്തവർക്ക് പറഞ്ഞിട്ടുള്ള പരിപാടിയല്ല ഇതാ. നല്ലൊരു ഹമ്മൂറിനായിട്ട് അടിച്ചിരിക്കുന്നത്. നമ്മുടെ ലെപ്പേഡ് ഹമ്മൂർ എന്നൊക്കെ പറയുന്ന ഹമ്മൂറാണത്. അടിച്ചിട്ട് അടുത്ത് കസിയ. എന്തമ്മേ പാറയിൽ ഇരുന്നിട്ട് എന്തൊരു ചന്തിയൊക്കെ വേണമെങ്കിൽ. സോറി, ചന്തി എന്ന് പറയാൻ പറ്റില്ല, ചാനൽ പോയിക്കൊണ്ടിരിക്കുക. അപ്പം ഇതേപോലെ ആ ബൈറ്റ് അതുമ്പോൾ തന്നെ ഉണ്ട്. ഇപ്പോഴും ബൈറ്റ് മിസ്സായിട്ടില്ല. നമുക്ക് നോക്കട്ടെ, അടുത്തേക്ക് കയറുമോ നോക്കട്ടെ. ഞാൻ സാമ്പൂറിനെ അടിക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഞാൻ ചെറിയ പിന്നെ ഹുക്ക് മാറ്റിയിട്ട് വലിയ ഹുക്കാക്കാനുള്ള പരിപാടി. ഇവിടെ അടിയിൽ ഒഴുക്ക് ഇത്തിരി ശക്തിയാവുന്നുണ്ട് കേട്ടോ. നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട് നമ്മുടെ ബൈറ്റിന്. കാരണം അതിങ്ങനെ സ്വിങ് ചെയ്തുകൊണ്ട് ഇങ്ങനെ നടക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. ഒരു വലി വന്നു. ഓ, ജസ്റ്റ് മിസ്സായി പോയി. കുക്കപ്പ് കൊടുക്കുന്ന ടൈം വൈകിപ്പോയി. എങ്കിലും അവിടെ നമുക്ക് കിട്ടും. ഇങ്ങനെ വെയിറ്റ് ചെയ്ത് തന്നാൽ മതി. സാധനം ഇങ്ങനെ കയറും ഇവിടെ ചൂണ്ടേമേ. പോയി. അപ്പം ഞാനെന്ത് ചെയ്യാൻ പോവാ, ഒരു വട്ടം കൂടി ഇട്ടിട്ട് ഇതൊന്ന് മാറ്റാൻ പോവാ കേട്ടോ. ഹുക്ക് സൈസ് ഒന്ന് മാറ്റിയിട്ട് വലിയ ഹുക്ക് ഇടാൻ പോവാം. വലിയ ഹുക്ക് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം വലിയ ബൈറ്റ് കുളത്തിടാൻ പറ്റും. അപ്പോൾ അതിനുള്ള പരിപാടിയാണ്. ഒത്തിരി ദൂരമൊന്നും പോയില്ല, ഇവിടെ അടുത്ത് തന്നെ ഉണ്ട്. ഇതിലാവട്ടെ.
നീ അടിച്ചു. അത്യാവശ്യം ഫൈറ്റ് ഉണ്ട് അല്ല, സിമ്പിളായിട്ട് അടിച്ച് കയറിയിട്ടുണ്ട്. സിമ്പിളായിട്ടല്ല കേട്ടോ അടിച്ച്. അടുത്ത മൂറ് സെക്കൻഡ് ഓക്കെ ചേട്ടാ മീന്. ഞാൻ ഓരോ ഫിഷിന് ഞാനിവിടെ നിന്ന് എണീക്കേണ്ട അവസ്ഥയാണ്. കാരണം അല്ലേ, ഞാൻ ക്യാച്ച് ആൻഡ് റിലീസിനല്ല ഇപ്പോൾ വന്നിരിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ മീൻ പിടിക്കാൻ തന്നെയാണ്, മീനെ അടിച്ച് കൊണ്ടുപോകാൻ തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പം അതുകൊണ്ടാണ് എനിക്ക് റിസ്ക് എടുക്കാൻ താല്പര്യമില്ല. ഇവിടെ വെച്ച് ഈ സൈഡിലൊക്കെ വെച്ചിട്ട് ഹുക്ക് വരുന്ന സമയത്ത് ചിലപ്പോൾ അത് പടച്ച് പോകാനുള്ള ചാൻസ് ഉണ്ടാവും. അപ്പോൾ ക്യാച്ച് ആൻഡ് റിലീസ് ആണെങ്കിൽ പൊക്കോട്ടെ എന്ന് വിചാരിക്കും. പക്ഷേ എനിക്ക് ആവശ്യമുള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇത്തിരി സേഫ് ആയിട്ടുള്ള സ്ഥലത്തേക്ക് നിന്നിട്ട് മീനെടുക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് എൻ്റെ ഗതി. പിന്നെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഫിഷിങ്ങിന് വരുമ്പോൾ മെയിനായിട്ട് വേണ്ട സാധനം എങ്ങനെ കാത്തിരിക്കാനുള്ളൊരു കഴിവ്. അത് ഉണ്ടെങ്കിൽ നമുക്ക് മീൻ പിടിക്കാൻ എളുപ്പമല്ല, നമുക്ക് അത് പ്രാക്ടീസ് വേണം. നമുക്ക് ശരിക്കും മീൻസ് ഞാൻ ജനിച്ച് വളർന്ന സ്ഥലം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കേരളത്തില് അല്ലെങ്കിൽ തൃശ്ശൂർ ജില്ലയിൽ നിങ്ങൾ കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാട്ടോ. നിങ്ങൾ ഒരു പക്ഷേ എല്ലാവരും കണ്ടിട്ടുള്ള ഒരു സ്ഥലമായിരിക്കും ചിമ്മിനി ഡാം. അവിടെയാണ് ഞാൻ കളിച്ചു വളർന്നത്. മീൻസ് എൻ്റെ അച്ഛന് ഇറിഗേഷനിലായിരുന്നു ജോലി. അപ്പം ഞാൻ അവിടെ തന്നെയായിരുന്നു എൻ്റെ കുട്ടിക്കാലത്ത് മുഴുവൻ. അവിടുത്തെ ഓർമ്മകളും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോഴും ഉള്ളത് കേട്ടോ. അപ്പോൾ അവിടെയൊക്കെ എങ്ങനെയാ വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഡാമിൽ മീൻ പിടിക്കാൻ പോവുകയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എടുത്ത് പറയേണ്ട ഒരു പേരാണ് സജിയേട്ടൻ എന്നുണ്ട്. സജിയേട്ടൻ എന്നാണ് എന്നെ മീൻ പിടിക്കാനൊക്കെ കൊണ്ടുവരുന്നത്. അന്ന് ഞങ്ങൾ ഇതേപോലെ ചൂണ്ടെന്നല്ല, വലയാ. ഞാൻ പറയണത് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ വളരെ ചെറുപ്പത്തിലുള്ള കാര്യമാണ് കേട്ടോ. 3ാം ക്ലാസ്സിൽ 4ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്താണ് ഞാൻ സജിയേട്ടനും കൂടിയിട്ട് ഡാമിൽ വെള്ളത്തിൽ നീന്തി പോയിട്ട് വലയിട്ടിട്ട് ഞങ്ങൾ പിറ്റേ ദിവസം വന്നിട്ട് വല ചെക്ക് ചെയ്ത് അതിന് മീനുകളൊക്കെ എടുക്കുന്നത് ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള കാര്യമായിരുന്നു. അമ്മയുടെ അടുത്ത് ചെന്ന് കിടക്കും ചെറുപ്പത്തിൽ. അപ്പം അന്ന് ഈ ചൂണ്ടക്കുളത്തുനിന്ന് മേടിക്കാൻ നമ്മുടെ കയ്യിൽ പൈസ ഇല്ല. അപ്പം അച്ഛനെന്ത് ചെയ്യും, ഇതിട്ട് വാങ്ങി തരൂല. കാരണം ഇത് നമ്മുടെ കണ്ണിലും മേലൊക്കെ കൊണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സാധനം. അപ്പോൾ അച്ഛനോട് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ കേൾക്കില്ല. അമ്മയാണെങ്കിൽ ഇത് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തല്ലി കൊല്ലും. അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. അപ്പോൾ എന്ത് ചെയ്യും, നമുക്കാണെങ്കിൽ ഈ സാധനം വേണം. അപ്പം ഇതിൻ്റെ ഷേപ്പൊക്കെ ഇങ്ങനെ കണ്ടു വെച്ചിട്ട് അമ്മ കിടന്നുറങ്ങുമ്പോൾ അമ്മ കെടുക്കുമ്പോൾ അമ്മയുടെ അടുത്ത് പോയിട്ട് കിടക്കും. എന്നിട്ട് അമ്മ ഇങ്ങനെ ചിലപ്പം ആ ടൈമിലൊക്കെ മനോരമയൊക്കെ വായിച്ച് ഇങ്ങനെ കിടക്കുമായിരിക്കും. മനോരമ ഒക്കെ ആയിരുന്നല്ലോ പണ്ടത്തെ നോവലുകളൊക്കെ വായിച്ചിട്ട് ഇങ്ങനെ കിടക്കുമായിരിക്കും. അപ്പം അമ്മയുടെ അടുത്ത് പോയിട്ട് കിടക്കും. അമ്മയുടെ അടുത്ത് പോയിട്ട് കിടന്നിട്ട് എന്താ പരിപാടി വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മ ഉറങ്ങണ വരെ ഇങ്ങനെ കണ്ണടച്ച് ഇങ്ങനെ കിടക്കും. അമ്മ ഉറങ്ങിയെന്ന് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിലോ അമ്മയൊക്കെ അന്ന് മാക്സി ഉണ്ട്. പണ്ടൊക്കെ മാക്സി ഉണ്ട്. പണ്ടല്ല ഇപ്പോഴും അമ്മ മാക്സി തന്നെയാണ്. ഈ മാക്സി ഉടുപ്പ്, ആ ഉടുപ്പുമ്മ ഈ സൂചി വെച്ചിട്ടുണ്ടാവും, സേഫ്റ്റി പിന്നെ. അതിങ്ങനെ നൈസായിട്ട് അമ്മ ഉറങ്ങി കഴിയുമ്പോൾ ഇങ്ങനെ വലിച്ച് ഊരി എടുക്കും. എന്നിട്ട് അത് കൊണ്ടുപോയിട്ട് അതുമ്പോൾ ഒരു ചരടും കെട്ടിയിട്ട് ഈ പുഴയിൽ ആരും അറിയാണ്ട് ഞാൻ ഇതേപോലെ ഒരു വടി ഇതൊക്കെ ആയിട്ട് പോയിട്ട് ഇങ്ങനെ, അത് വളയ്ക്കൊന്നുമില്ല. കാരണം അതിൻ്റെ അറ്റത്ത് ഒരു ചോറും പറ്റി കുത്തിയിട്ട് ഇങ്ങനെ ഇടും. ഒന്നും കിട്ടുന്നില്ല കേട്ടോ, വെറുതെ. അപ്പം അന്ന് മുതലേ ഇങ്ങനെ ഇരുന്ന് കുറേ നേരമായിട്ടൊന്നുമില്ല. അപ്പം അന്ന് മുതലേ ഇങ്ങനെ ഇരുന്ന് ക്രൈസ് ആയതാ ഈ ചൂണ്ടിടല് എന്ന് പറഞ്ഞ പരിപാടി. പിന്നെ എന്താ പറയുക, എൻ്റെ ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സിനൊക്കെ അറിയുള്ളൂ ഞാൻ ചൂണ്ടിടുന്ന കാര്യം. അല്ലാത്ത ഒരാൾക്കും ഞാനിങ്ങനെ ഫിഷിങ്ങിനോട് ഭയങ്കര ക്രൈസ് ആയിട്ടുള്ള ഒരാളാണെന്ന് അറിയില്ല. പിന്നെ ഇതിപ്പോൾ ഞാൻ കാലങ്ങളായിട്ട് ഫിഷിങ് ചെയ്യുന്ന ഒരാൾ തന്നെയാണ്. ചാനലായിട്ട് ഒരു 1.5 വർഷത്തോളമായിട്ടുണ്ടാവും ചാനലായിട്ട് തുടങ്ങിയിട്ട്. അതും എനിക്ക് ഇഷ്ടമായിട്ട് തുടങ്ങിയ ചാനലൊന്നുമല്ല. മീൻസ് വൈഫിനൊരു നിർബന്ധം ഇങ്ങനെ ചെയ്യണത് ഇങ്ങനെ രസമാണ്, അതിങ്ങനെ ഒരു ചാനലായിട്ട് ഇട്. അപ്പം പിന്നെ ഞാനും വിചാരിച്ചു
എന്താ പിന്നെ നമ്മുടെ പാർട്ട്ണറുടെ സന്തോഷമല്ല, എന്തിനാ നമ്മൾ വെറുതെ നശിപ്പിക്കുന്നത്. ആ കുറേ നേരമായിട്ട് ഒന്നും അടിക്കണില്ല. ഞാൻ ഇച്ചിരി വലിയ ഹുക്കിടാൻ പോവാ. അപ്പൊ ചെറിയ ഹുക്കിന്റെ പരിപാടി നിർത്തിയിട്ട് വലിയ ഹുക്കാക്കണം. അതേപോലെ തന്നെ വിസിബിലിറ്റി കുറഞ്ഞു തുടങ്ങി, ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ട്. അതും നമ്മൾ കണക്കിലെടുക്കണം. ഇപ്പോഴേ കെട്ടണം, അല്ലെങ്കിൽ ഇരുട്ടായി കഴിഞ്ഞാൽ പിന്നെ കെട്ടാൻ പറ്റില്ല. ലൈൻ 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 ലൈൻ. നമ്മളൊരു 40 LBയുടെ ലൈൻ എടുക്കണേ. 40 LB 35 LB ആണോ? 40 LBയുടെ ഒരു ലൈൻ എടുത്തിരിക്കുന്നത്. ഇത് ലൈന് അത്യാവശ്യം നീളത്തിൽ കട്ട് ചെയ്യുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ ഒരു വലിയ ഹുക്ക്, ഞാനിവിടെ ഉപയോഗിക്കുന്നത് വേം ഹുക്കാണ് യൂസ് ചെയ്യുന്നത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഹുക്കുകൾ ഞാൻ ഓർഡർ ചെയ്തിട്ട് എത്തിയിട്ടില്ല. ഹുക്കുകൾ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്, പക്ഷെ എനിക്ക് ആ സെറ്റ് അങ്ങോട്ട് എത്തിയിട്ടില്ല. അപ്പോൾ ഞാനിപ്പോൾ തൽക്കാലം അവിടെ വേം ഹുക്കാണ് ഉപയോഗിക്കുന്നത്. വേം ഹുക്ക് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഇങ്ങനെ ഇരിക്കും കേട്ടോ. ഇത്ര വലിപ്പം ഉണ്ടാവും, നമ്മുടെ കയ്യിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വലിപ്പം ഉണ്ടാവും. ഇത് നല്ലതാണോ വെച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം മീനടിച്ച് കയറ്റാം, അത് തന്നെ പറ്റുള്ളൂ. എൻ്റെ കല്ലിൽ ഉടക്കാനൊക്കെ നല്ല ചാൻസ് ഉണ്ടാവും. ഏറ്റവും ബെസ്റ്റ് ചെറിയ ചെറിയ ഇതിടുന്നതാണ് ഇവിടെ ഏറ്റവും ബെസ്റ്റ്. ചെറിയ ഹുക്കിടുന്നതാണ് ഇവിടെ ഏറ്റവും ബെസ്റ്റ്. ഒരുപാട് കാരണം ചെറിയ ഹുക്കിൽ എന്താ പ്രശ്നം, എന്താ ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ ഹുക്കിൽ നമുക്ക് വലിയ മീൻ ഓടിക്കും, ചെറിയ മീൻ ഓടിക്കും. ഈ വലിയ ഹുക്കിന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ മീൻ മാത്രമേ അടിക്കുള്ളൂ. ഓക്കെ, ഇനി ഇതിലാണ് കേട്ടോ നമ്മുടെ കളി. ഇതിൽ ഉറപ്പാ ഏതെങ്കിലും ഒരുത്തിന് അടിക്കുന്നുള്ള കാര്യം ഉറപ്പാ. ഈ വലുത് എനിക്ക് ആവശ്യമില്ല, കാരണം വലുത് ഡിസ്റ്റർബൻസാണ്. ആ വലിയ ടെൻഡക്കിൾ ഞാൻ മുറിച്ച് കളഞ്ഞു. അപ്പോൾ നമുക്കിനി നോക്കാം. യെസ്, സംതിങ് ഈസ് ടച്ചിങ്. എന്തോന്ന് അടിച്ച് മോനെ. അല്ല, അത്യാവശ്യം ഹെവി ഫിഷാണ്. ഏത് ഫിഷാണെന്ന് എനിക്കറിയില്ല. ഇച്ചിരി ഓടിപ്പിച്ച് കഴിഞ്ഞാൽ നടക്കുള്ളൂ, അല്ലെങ്കിൽ അവൻ എൻ്റെ ചൂണ്ട പൊട്ടിക്കും. What the fuck? Come here. Don't go. Wow, grouper. Amazing. വേണ്ടണ്ട, ഒരു 1.5 കിലോയുടെ അടുത്ത് എന്തായാലും വരും. അത്രയൊന്നും ഇല്ല കേട്ടോ. ഇപ്പോൾ ഒരു 650 ഗ്രാം. ഞാൻ വെറുതെ വിളിച്ചു പറഞ്ഞത് കാര്യമല്ലോ. കണ്ട കൈസ്, കണ്ട ഞാനത് അധികം അഴയ്ക്കാഞ്ഞ് നന്നായി. കാരണം ഒരുപാടായിട്ട് അഴച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കല്ലിനടയിൽ കയറിപ്പോയനെ. ഗ്രൂപ്പറാണ്. ഗ്രൂപ്പറിന് അങ്ങനെ ഒരു സ്വഭാവം ഉണ്ട്, അടിച്ചു കഴിഞ്ഞാൽ കല്ലിനടയിൽ കയറുക. വൃത്തിയായിട്ടൊരു സ്വഭാവം. അടുത്ത് തന്നെ നോക്കാം. നമുക്ക് കിട്ടിയ മീനാട്ടാ. അമൂർ നമ്പർ 1, അമൂർ നമ്പർ 2, അമൂർ നമ്പർ 3. ഇത് അത്യാവശ്യം വലിപ്പമുള്ള ലെപ്പേഡാണ്, ലെപ്പേഡ് അമൂർ.
എന്താ അത്യാവശ്യം വലിപ്പം കേട്ടോ. എന്താ പടക്കണ പടക്കണ പടക്കണില്ല കേട്ടോ.